എല്ലാ സിനിമകൾ തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ, ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ്. അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, ഒരു തടസ്സവും കൂടാതെ നടക്കണേ, ഇതൊരു വലിയ വിജയമായി മാറണേന്ന്. ദൃശ്യം 1, 2 മനസ്സിൽ എത്തിയ പ്രേക്ഷകർ ദൃശ്യം 3 തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് താങ്ക് യു. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇനിയും നടക്കേണ്ട കാര്യമല്ലേ, കുഴപ്പമുണ്ടാവില്ലെന്നാണ് ഞാൻ തോന്നുന്നത്. അതൊക്കെ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു. ഇതിപ്പോ ദൃശ്യമാണ്, ഇന്നലത്തെ കാര്യം ഇന്നലെ. ഇപ്പൊ ഞാൻ പോവാണ്, ഇത് കഴിഞ്ഞാണ്. അതിന്റെ കഥ ഇപ്പൊ പറയണം. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കുന്നു. അത് കാണാം. എല്ലാരും അതിന്റെ ഒരു എല്ലാവരും ഇത് ഈ എക്സൈറ്റ്മെന്റ് ആണ് ദൃശ്യത്തിന്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇതിനടുത്ത് പറയല്ലെന്ന് പുള്ളി പറഞ്ഞു. ഇവിടുന്ന് ഞാൻ പോവാൻ. താങ്ക് യു. ഓക്കെ, ഷൂട്ടിംഗ് ആരംഭിക്കുകയാണ്. അത് ഈ ഒരു ദിവസത്തിന്റെ ആരംഭിക്കാൻ വളരെ സന്തോഷം. കാരണം ഇത് ഏറ്റവും മധുരമാണ്. സാഹിത്യ അവാർഡ് കിട്ടി നമ്മുടെ എല്ലാ മലയാളികളുടെയും ഒരു പ്രൗഡ് മൊമെന്റാണ്. പിന്നെ കൃഷിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നല്ല സിനിമയാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾ അമിത പ്രതീക്ഷകളില്ലാതെ കൊണ്ട് ഏറ്റവും സിനിമ കാണുക. ഇതിന്റെ റിലീസ് കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ വഴിയെ അറിയിക്കും. അപ്പൊ ഇത് വന്ന് പൂജ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.